ഉദയനിധി സ്റ്റാലിൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഈ പറയുന്ന വലിയ മതിപ്പൊന്നും പലരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു വിദേശയാത്ര നിർത്തി തിരികെ വരികയാണ് അവിടേക്ക്. ചെയ്യാൻ കഴിയുന്നതെല്ലാം രാത്രിയെന്ന് ഗൗനിക്കാതെ DMK ചെയ്യുന്നുണ്ട്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ആ സർക്കാർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാക്കിയത് വിജയ്, അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അഹോരാത്രം പണിയെടുത്തത് DMK എന്ന തരത്തിലൊരു വായന വരുമോ? അല്ല, അങ്ങനെ വായന വരാൻ സാധ്യതയുണ്ട്. രണ്ട്, വിജയ്ക്ക് ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റും ഇല്ല, അതായത് ആരാധകരോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊന്നും പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. രണ്ട്, ഈ വന്നത് വെറും ഫാൻസ് മാത്രമാണ്, നാളെ അതൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയി മാറില്ല എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അല്ല, വിജയകാന്ത് ഇതുപോലെ പാർട്ടി ഉണ്ടായ സമയത്ത് അതായത് വിജയെ പോലെ അത്ര വലിയ താരമൊന്നല്ല. എന്നിട്ട് പോലെ അദ്ദേഹം അവിടെ നിയമസഭയിൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വന്നിരുന്നു. അദ്ദേഹം 10-20 സീറ്റ് അദ്ദേഹം പിടിച്ചിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം പാർട്ടി പോയി. അപ്പം അങ്ങനെ ഒന്നും പറയുന്നതാണ് എനിക്ക് യോജിപ്പില്ല. രണ്ട്, ഈ എസ്റ്റാബ്ലിഷ് ആയ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ പാർട്ടിയെ തളർത്താൻ ശ്രമിക്കുന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് ഇവർ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന് പറയുന്നൊരു കാര്യമൊന്നും വിചാരിക്കില്ല. കാരണം എസ്പെഷ്യലി തമിഴ്നാട് പോലെയുള്ള പ്രദേശമാണ്, അങ്ങനെയൊന്നും വിചാരിക്കില്ല. പക്ഷേ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടൊരു വേറൊരു കാര്യം, ഈ വലിയൊരു മൈതാനം കൊടുത്തില്ല. തൊട്ടടുത്ത് തന്നെ വലിയ മൈതാനം ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലമാണ് കൊടുത്തത്. ഇവരങ്ങനെ പറയുന്നു, മറ്റുള്ള ഇവരിങ്ങനെ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഈ പറയുന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പര്യാപ്തമല്ലാന്ന് തോന്നിയാൽ അത് നിഷേധിക്കാം. തൊട്ടടുത്ത ഇടത്ത് നിഷേധിക്കാം എന്ന് മാത്രമല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാം. കാരണം ജനങ്ങളെ കടത്തി വിടുന്നതിന് പിന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവരെ കുറ്റപ്പെടുത്താം. അതൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാലം വിജയുടെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ അധിക നേതാക്കന്മാരും സൈബോക്കാണ്. അവർക്ക് നല്ല ഉപദേശ വൃന്ദങ്ങളുണ്ട്. ഈ പറയുന്ന കേട്ടിന് മറ്റേ വെച്ചുകൊണ്ട് നടക്കുന്ന കൺട്രോൾ വെച്ചുകൊണ്ട് ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് വലിയൊരു വിഭാഗം. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു സാധ്യതയുണ്ട്. അവിടെ എമർജ് ചെയ്ത് വരുന്ന മറ്റൊരു പൊളിറ്റിക്കൽ റൈവലിനെ വിലയിടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു വിജയുടെ അടിസ്ഥാനം എന്താണ്? വിജയുടെ അടിസ്ഥാനം പറഞ്ഞാൽ വിജയുടെ സ്ക്രീൻ ഇമേജാണ് AI തോയൻ. കാരണം എങ്ങനെയും അജിത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഒരു ഗോട്ട് സിനിമയിൽ മോളെ രക്ഷപ്പെടുത്തുന്നത്. ഇവർ വലിയ റൈവലറി പരസ്പരമുള്ളവർ ആണെന്നല്ല പറയുന്നത്. ഗോട്ട് സിനിമയിൽ അജിത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് മോളെ രക്ഷപ്പെടുത്തുന്നത്. അത് ഫാൻസ് അസോസിയേഷൻ അപ്പോൾ അതിനെ അറിയണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരാളാണ് വിജയ്. അപ്പോൾ ആ വിജയുടെ ഇതുവരെ വിജയുടെ ആ ഇമേജ് ഇടിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം വിജയ് ഈ നമ്മളെ പോലെ ഈ അല്ലെ ഒരു പക്ഷേ വിജയനായത്തിലെ കണ്ടാൽ ഞാൻ ഈ താടി കർപ്പിക്കാതെ നടക്കുന്നത്, ഇങ്ങനെയുള്ള താടിയൊക്കെ വെച്ചിട്ട് വിജയ്, രജനീകാന്ത്, അജിത്ത് ഇവരാണ് ഈ രീതിയിൽ നടക്കുന്ന ആളുകൾ. അപ്പോൾ ആ രീതിയിൽ വളരെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളിതൊരു ഫീൽ ഉണ്ടാക്കിയാണ്. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചത്? വിജയ് അവിടുന്ന് ഒളിച്ചോടിയെന്നുള്ളത്. ഇവിടെയാണ് പറയുന്നത്. ഒന്ന്, ഇവർക്ക് ഈ കുട്ടിയെ പോലെയുള്ള പ്രതീക്ഷനെയൊക്കെ പോലെയുള്ള വളണ്ടിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ CPM എന്താ ചെയ്യുന്നത്? പോലീസ് ഇല്ലെങ്കിലും CPM RSS ഒക്കെ അവരുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ അവരുടെ അത് ഇവർക്കും ഉണ്ടാക്കാം. ഈ ഫാൻസിനെ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇവരെ ഫാൻസ് വിജയ് പറഞ്ഞാൽ കൃത്യമായി കേൾക്കുന്നതാണ്. എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഈ കൊച്ചു പിള്ളേരാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിജയെ പറ്റി എന്തോ ഒരു നെഗറ്റീവ് വന്നു. ഞാനിവിടെ വന്ന് പിണറായി വിജയൻ, പിന്നെ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പറ്റി എന്തൊക്കെ പറയാറുണ്ട്. എനിക്കങ്ങനെ ചീത്തം കേട്ടിട്ടില്ല. ഈ പയ്യന്മാരുണ്ടല്ലോ പിന്നെ ഫേസ്ബുക്കിൽ മൊത്തം തെറിയായിരുന്നു. ആ രീതിയിലുള്ള പയ്യന്മാരാണ്. അത്രയും ഡെഡിക്കേറ്റഡുമാണ്, അത്രയും അവർ പിന്നെ ഇമോഷണലി സർചാർജഡുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. ആ പ്ലാൻ ചെയ്തില്ല. മാത്രമല്ല ഈ വിജയുടെ പിന്നിലുള്ള ആളുകൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ പരാജയം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപം കൊണ്ടുവരുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആളുകൾ തകർക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നസീർ സാഹ് മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ഉപദേശകർ ഒന്ന് MGR ആയിരുന്നു. നമ്മളൊരു ആന്ധ്ര പാർട്ടി ഉണ്ടാക്കി, ഇവിടെ ഞാനുണ്ടാക്കി, നീ അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ നസീർ സാഹ് ആദ്യം വന്ന സമയത്തൊക്കെ ഭയങ്കര ആൾക്കൂട്ടം. നിങ്ങൾ മാതൃഭൂമി, മനോരമയൊക്കെ ഭയങ്കര ന്യൂസ്. ഇന്ദിരാഗാന്ധിക്ക് പേടിയായി. സൗത്ത് ഇന്ത്യയിൽ ഇപ്പം നസീറും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കിയ പരിപാടി തീരുമല്ലോ. അല്ല, ഇന്നത്തെ സിനിമ അല്ല, അന്നത്തെ സിനിമ ഒരേ ഒരു എന്റർടൈൻമെന്റ് ഒരേ ഒരു സാധനമേ ഉള്ളൂ. വന്ന് നാടകം പൊളിഞ്ഞു, സിനിമ. പക്ഷെ അപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പെട്ട ഒരാളെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു നസീറിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കരുത്. അപ്പോൾ നസീർ പിന്നീട് നസീർ സാഹ് പങ്കെടുത്ത മീറ്റിങ്ങിനൊന്നും വലിയ ന്യൂസ് ഇല്ല, ചരമക്കോളത്തിലുള്ള ന്യൂസായി പോയി. അതോടുകൂടിയാണ് നസീർ സാഹ് ഈ പരിപാടി നിർത്തിയത്. അല്ല, അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട്, അന്നത്തെ കേരളം ആയതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അത് എപ്പോഴും ഉണ്ടാവും. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പേഴ്സണലായ ഉത്തരവാദിത്വം വിജയ്ക്ക് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇതോടുകൂടി ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അവസാനിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ ഒരു നിയോ ദ്രവീഡിയൻ, നിയോ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി വരും. വിജയ് അവിടെ ഗ്രൗണ്ട് പിടിക്കുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നത് DMKക്കും അല്ല, BJPക്കാണ്. കാരണം ആ സ്പേസിലേക്കാണ് BJP ഇപ്പോൾ അണ്ണാമലയെ വെച്ച് കയറാൻ നോക്കുന്നത്. ആ സ്പേസിലേക്ക് ഇവർ രണ്ടുപേരും കയറുമ്പോൾ സമയം വിജയ്ക്ക് കുറച്ചുകൂടെ ദ്രവീഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൾട്ടുള്ളതുകൊണ്ട് സിനിമാ നടനെ വിജയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. BJPക്കാണ് ശരിക്കും അവിടെ ഒരു വലിയൊരു ഭീഷണിയാകാൻ പോകുന്നത് ഇദ്ദേഹം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം വിജയ് എന്നുള്ള താരത്തിൻ്റെ റിയൽ ലൈഫും താരവും തമ്മിലുള്ള, അപ്പോൾ നമ്മുടെ ഇത് പറയില്ലേ, SSS പാണ്ഡ്യൻ്റെ പുസ്തകമുണ്ട്, MGR അഴിമതിക്കെതിരെ പറയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഒടുക്കത്തെ അഴിമതി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്, ഇമേജ് ട്രാപ്പ് എന്ന പുസ്തകമുണ്ട്. ആ പറയുന്ന പോലെ
ഈ ട്രാപ്പ് നെല്ലും പതിരും തിരിച്ചു കാണിക്കും. ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ഇമേജ് ട്രാപ്പിനെ തുറന്നു കാണിക്കുന്ന ഇൻസിഡന്റ് ഇതുമാവും. ശരി.